ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ആരെയെങ്കിലും സംശയത്തിന്റെ പേരിൽ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ചിത്രവും അവരുടെ മേൽവിലാസവും അവരുടെ മക്കളുടെ പേരടക്കം സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യുന്ന സംഘപരിവാറിന്റെ പേജുകൾ ഇപ്പോൾ നിശബ്ദമായിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, 5 തീവ്രവാദികളുടെ പേരും മേൽവിലാസവും മക്കളുടെ പേരും ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് മടി? അവർ സംഘപരിവാറിന്റെ ഭീകരവാദികളായതുകൊണ്ടോ രാജ്യത്തിനെ ഉറ്റിക്കൊടുത്തവരായതുകൊണ്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യാത്തത്? അല്ലെങ്കിൽ അവർ ന്യൂനപക്ഷ വിഭാഗമല്ലാത്തത് കൊണ്ടാണോ? പറഞ്ഞു വരുന്നത്, മധ്യപ്രദേശിൽ 5 പേരെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടുകയുണ്ടായി. സുനിൽ സിംഗ്, ശുഭം തിവാരി, ബൽറാം സിംഗ് പട്ടേൽ, ഭാഗവേന്ദ്ര സിംഗ് പട്ടേൽ, ഒരാളുടെ പേര് വിവരങ്ങൾ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പുറത്തുവിട്ടിട്ടില്ല. ഇവർ എന്താണ് ചെയ്തതെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ 5 പേരും സജീവ RSS സംഘപരിവാർ പ്രവർത്തകരാണെന്ന സത്യം തിരിച്ചറിയാതെ പോവരുത്. പാക് ചാര സംഘടനയായിട്ടുള്ള ISIക്ക് വിവരങ്ങൾ ചോർത്തി നൽകുക, സൈനികരുടെ വിവരങ്ങൾ ചോർത്തി നൽകുക, രാജ്യത്ത് ഭീകരാക്രമണം നടത്താനുള്ള ശ്രമങ്ങൾക്ക് കോപ്പ് കൂട്ടുക എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. 300ഓളം ATMകളാണ് സംഘപരിവാറിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ഇവരിൽ നിന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. അത് മാത്രമല്ല, 2017 ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയ BJP IT സെൽ മേധാവിയായിട്ടുള്ള ധ്രുവ് സക്സേനയുടെ കൂട്ടാളിയും കൂടിയാണ് ഈ 5 പേരിൽ ഒരാളായിട്ടുള്ള ബൽറാം സിംഗ് പട്ടേൽ. ബൽറാം സിംഗ് പട്ടേലിനെ അന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയിട്ട് പെട്ടെന്ന് തന്നെ ബൽറാം സിംഗ് പട്ടേലിന് കോടതി ജാമ്യം അനുവദിച്ചു കൊടുത്തു. അതിനുശേഷവും അവർ ഈ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതായത് സംഘപരിവാറിന്റെ ആളുകൾ തന്നെ രാജ്യത്ത് തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും ദേശീയ മാധ്യമങ്ങളിൽ ഒരാൾ പോലും വ്യക്തമായ റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല. രാജ്യത്തെ സംഘപരിവാറിന്റെ പേജുകളിൽ എവിടെയും ഇവരുടെ ചിത്രങ്ങളില്ല. മറിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ അവരുടെ ചിത്രങ്ങളും അവർക്ക് UAPA നൽകാനും രാജ്യത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇവർ മുന്നോട്ട് വന്നേനെ. പക്ഷേ ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ദേശസ്നേഹമില്ല, ഇപ്പോൾ ഇവർക്ക് സൈനിക സ്നേഹമില്ല. മറിച്ച് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ രാഷ്ട്രീയമാണ്. ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ സംഘടനകളിൽ ഉൾപ്പെടുന്നവർ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് ദേശസ്നേഹമാണ്. ചില്ലറ കഥയല്ല. രാജ്യത്ത് ഒരു മാസത്തിനിടയിൽ അറസ്റ്റിലാകുന്നത് 10ഓളം സംഘപരിവാർ പ്രവർത്തകരാണ്. രാജ്യത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല, സൈനികർക്ക് സഹായം ചെയ്തതിനല്ല, മറിച്ച് രാജ്യത്തെ ഉറ്റുകൊടുക്കാൻ നോക്കിയതിനാണ് ഈ 10 പേര് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ബക്രീദിനും സ്വാതന്ത്ര്യ ദിനത്തിനും ഇവിടെ സ്ഫോടനം ഉണ്ടാക്കാൻ ശ്രമിച്ച 3 പേരെ മഹാരാഷ്ട്രയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 5 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല. BJP രാജ്യത്ത് ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വലിയ ചർച്ചയാക്കുന്ന BJP ഒരക്ഷരം മിണ്ടുന്നില്ല. നരേന്ദ്രമോദിയോ അമിത്ഷയോ ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം രാജ്യത്ത് ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ശബ്ദിക്കാൻ മുന്നോട്ട് വരില്ല. കാരണം അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്, അവരുടെ സംഘടനയിലുള്ളവരാണ് ഇവരെന്ന കാര്യം പൊതുജനം തിരിച്ചറിഞ്ഞു പോകരുത്. അത് മായിച്ചു കളയണം. അതിനുവേണ്ടി ദേശീയ മാധ്യമങ്ങൾക്ക് ഇവർ ഫണ്ട് ചെയ്യുന്നു. ആ ഫണ്ട് വാങ്ങിയിട്ട് മാധ്യമധർമ്മം പണയപ്പെടുത്തുന്നവരാണ് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദ വിവരങ്ങളുമായി പബ്ലിക് കേരള വീണ്ടും വരും.